ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കർണാടകയിൽ നഴ്സിംഗ് അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ നമുക്ക് എങ്ങനെ വീഡിയോയിലോട്ട് പോയാലോ? നമ്മൾ കർണാടകയിൽ നഴ്സിംഗ് അഡ്മിഷൻ എടുക്കുമ്പോൾ സെലക്ട് ചെയ്യുന്ന കോളേജിന് അപ്രൂവൽ ആൻഡ് അഫിലിയേഷൻസ് ഉണ്ടോ നോക്കണം. അതായത് ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന കോളേജ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്നതാണെങ്കിൽ നമ്മൾ രാജീവ് ഗാന്ധി RGHS ആയിട്ട് അഫിലിയേറ്റഡ് ആണോ നോക്കണം. അതിനുശേഷം നമ്മൾ INC അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആൻഡ് KNC കർണാടക നഴ്സിംഗ് കൗൺസിൽ ആയിട്ട് അപ്രൂവൽ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ എല്ലാവർക്കും ഡൗട്ട് വരും, എങ്ങനെ ഈ INC KNC ലിസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാന്നുള്ളത്. അതിനായിട്ട് ഫസ്റ്റ് ഗൂഗിൾ അല്ലെങ്കിൽ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം INC ആൻഡ് KNC ലിസ്റ്റ് എന്ന് സെർച്ച് ചെയ്യാം. അതായത് 2025 അപ്ഡേറ്റഡ് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. അതിന് കാരണം എല്ലാ കോളേജസിലും ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സോ അത് അപ്ഡേറ്റഡ് ആയിട്ടില്ല. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് ഗൂഗിളിൽ കയറിയിട്ട് INC ഓർ KNC ലിസ്റ്റ് 2024-25 അക്കാഡമിക് ഇയറിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ അകത്ത് എന്തായാലും നമ്മുടെ കോളേജ് ഉണ്ടോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അഫിലിയേഷൻസ് നമ്മൾ ഗൂഗിളിൽ കയറി ചെക്ക് ചെയ്യേണ്ടതാണ്. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് വി ഹാവ് ടു ചെക്ക്. ഓക്കെ, ഇനി അഫിലിയേഷൻസ് അപ്രൂവൽ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കോളേജ് ഇരിക്കുന്ന ലൊക്കേഷൻ ആണ്. അതായത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർണാടകയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ 300-ലധികം കോളേജസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ എല്ലാ കോളേജസും ബാംഗ്ലൂർ സിറ്റിയുടെ അടുത്തായിരിക്കില്ല. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കോളേജ് അധികം ഉള്ളേരിയയിലേക്ക് ആണോ നമ്മളൊന്നും ചെക്ക് ചെയ്യണം. നമുക്ക് ട്രാവലിംഗ് എന്തായാലും നമ്മൾ 4 വർഷം ഇവിടെ പഠിക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് ട്രാവലിംഗ് കുറച്ചുകൂടെ എളുപ്പം ഉള്ള സ്ഥലത്ത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഒരു 2 to 3 കിലോമീറ്റേഴ്സിന്റെ അടുത്ത് ഒരു ബസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ 5 to 6 കിലോമീറ്റേഴ്സിന്റെ അടുത്ത് ഒരു മെട്രോ സ്റ്റേഷൻ, അല്ലെങ്കിൽ ഒരു 5 to 10 കിലോമീറ്റേഴ്സിന്റെ അടുത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ. അപ്പം അങ്ങനെ കുറച്ച് ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വേണം നമ്മൾ കോളേജ് സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് തിങ്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കോളേജിന്റെ ക്യാമ്പസ് ആണ്. അതായത് ഇവിടെ പല കോളേജസും ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒന്നില്ലെങ്കിൽ ഒരു PU കോളേജ് അല്ലെങ്കിൽ സ്കൂള് വന്നിട്ട് ഒരൊറ്റ മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിൽ മാത്രം ഒരു കോളേജായിട്ട് വരുന്നത്. അവിടെ ചിലപ്പം 2 ക്ലാസ് റൂംസ് ഉണ്ടാവും, ഒരു സ്റ്റാഫ് റൂം ഉണ്ടാവും, ഒരു ഓഫീസ് റൂം ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അധികം ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തായാലും 4 വർഷം ഒരു അത്യാവശ്യം എമൗണ്ട് കൊടുത്ത് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം കുറച്ചെങ്കിലും ക്യാമ്പസ് ഒരു എല്ലാ ഫെസിലിറ്റീസും കൂടെ ഉള്ള ഒരു ക്യാമ്പസ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത ക്യാമ്പസിൽ പ്രോഗ്രാംസ് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം 4 വർഷം ഈ പഠനം മാത്രം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു മടുപ്പ് തോന്നും. കുട്ടികൾക്കാണെങ്കിലും ഒരു കരിയറിനോട് അല്ലെങ്കിൽ ഒരു സ്റ്റഡീസിനോട് മടുപ്പ് തോന്നും. അപ്പോൾ കുറച്ചൊക്കെ പ്രോഗ്രാംസ് ഉള്ള കോളേജ് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം അത് കുട്ടികൾക്ക് ഒരു റിഫ്രഷ്മെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. സോ പ്രോഗ്രാംസ് ഉള്ള ഒരു കോളേജ് ആണെന്ന് ഉറപ്പുവരുത്തണം. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ട കാര്യം അക്കോമഡേഷൻ അല്ലെങ്കിൽ ഹോസ്റ്റൽ ആൻഡ് ഫുഡ് ഫെസിലിറ്റീസ് ആണ്. ഹോസ്റ്റൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പം നമുക്ക് ആവശ്യത്തിന്, അതായത് നമ്മുടെ ലിവിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം ഹോസ്റ്റലിൽ ഉണ്ടോ നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ ക്ലെൻലിനെസ് അതെല്ലാം ഉണ്ടോ നമ്മൾ ഉറപ്പുവരുത്തണം ഹോസ്റ്റലിൽ. പിന്നെ നമുക്ക് ഫുഡിന്റെ കാര്യമാണ് പറയാനുള്ളത്. നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടിലത്തെ ഫുഡ് കിട്ടും, അല്ലെങ്കിൽ വീട്ടിലെങ്ങനെയാണോ നമ്മൾ താമസിച്ചത് അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ താമസിക്കാൻ പറ്റും, ആ ഒരു മൈൻഡ് സെറ്റോട് ഒരിക്കലും ഇവിടെ വരരുത്. കാരണം ഇവിടുത്തെ ഫുഡ് വേറെയാണ്, എല്ലാ രീതികളും വേറെയാണ്. അപ്പോൾ നമ്മൾ അതായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള മൈൻഡായിട്ട് വരണം. പിന്നെ ചില കോളേജസ് ഉണ്ട്, അതായത് നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസും ഉണ്ട്. അപ്പോൾ കേരള സ്റ്റൈൽ ഫുഡ് മാത്രമാണ് പറ്റുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ കോളേജ് നോക്കി ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫുഡ് ആൻഡ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ ഒരു കോളേജ് വിസിറ്റ് നടത്തുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പോ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാം അഡ്വാൻസ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പം യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത കോളേജിന്റെ റിവ്യൂസ് നോക്കുക. അപ്പം അതിനകത്ത് കുറച്ച് പേരൊക്കെ പോസിറ്റീവ് റിവ്യൂ ആയിരിക്കും, കുറച്ച് പേരൊക്കെ നെഗറ്റീവ് റിവ്യൂസ് ആയിരിക്കും. അപ്പം നമ്മൾ തന്നെ കൺഫ്യൂഷനിലാവും. കാരണം ഈ ഒട്ടുമിക്ക കോളേജിന്റെ മാനേജ്മെന്റ് അവർക്ക് ഒരു ഏജൻസിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് എന്ത് ചെയ്യും, പൈസ കൊടുത്തിട്ടായതുകൊണ്ട് അവര് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ ഇടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നെഗറ്റീവ് റിവ്യൂസ് ഇപ്പം അവിടെ ഓരോ കോളേജിലും പഠിച്ചു പോയ പിള്ളേര്, അതായത് നമുക്കിപ്പോ ഈ 4 വർഷം BSc നഴ്സിംഗ് എന്ന് പറയുന്നത് വളരെ ഒരു സ്ട്രഗിൾ ലൈഫാണ്. അത് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കോളേജ് കുറച്ച് പ്രോഗ്രാംസിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്റ്റഡീസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കുറച്ചിട്ടുള്ള കോളേജുകളാണെങ്കിൽ പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷെ അതിന് പകരമായിട്ട്
ഇപ്പോൾ സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രോഗ്രാംസ് ഒന്നും അധികം ഇല്ലാത്തൊരു കോളേജ് ആണെങ്കിൽ എന്തായാലും കുട്ടികൾക്ക് മടുക്കും. അപ്പൊ എന്താ 4 വർഷം കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ എന്തായാലും നെഗറ്റീവ് റിവ്യൂസ് ഇടാനേ ചാൻസ് ഉള്ളൂ. അപ്പം അത് നമ്മളിൽ ഉണ്ടാക്കുന്ന വേറൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും. അപ്പം കഴിവതും ഒരു കോളേജ് വിസിറ്റ് നടത്തുകയാണെങ്കിൽ, നമ്മൾ നേരിട്ട് പോയി കാണുകയാണെങ്കിൽ നമുക്ക് ട്രാവലിംഗ്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പോയിന്റ്സുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ട്രാവലിംഗ്, ലൊക്കേഷൻ, ക്യാമ്പസ്, ഫുഡ് ആൻഡ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, അഫിലിയേഷൻസ്, അപ്രൂവൽ, നമുക്ക് എന്തായാലും ഉറപ്പുവരുത്താൻ സാധിക്കും. അപ്പോൾ കഴിവതും ഒരു ക്യാമ്പസ് വിസിറ്റ് നടത്താൻ നമ്മൾ നോക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്യാമ്പസ് വിസിറ്റ് നടത്താനുള്ള ഒരു സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ലൊക്കേഷൻ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ പറ്റുന്നതും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെ മെട്രോ സ്റ്റേഷൻ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ നഴ്സിംഗ് കർണാടകയിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇനിയും ആരും ഒരു ചതിക്കുഴിയിൽ വീണു പോകരുത് എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നല്ലൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഹ്യൂമൻ സോണ സൈനിങ് ഓഫ്.